ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം പാറയെ തകർക്കുന്ന ചുറ്റികയാണ് ദൈവത്തിന്റെ വചനം. പാറ പോലെ ഇരിക്കുന്ന വിഷയങ്ങളെ ചുറ്റിക വെച്ച് തകർക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് പകൽക്കാലം ഏവരെയും ഈ ഒരു മെസ്സേജിനകത്തേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇന്ന് പകൽക്കാലം 2 കൊരിന്ത്യർ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ തിരുവെഴുത്ത് വായിക്കുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. ദൈവം തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു സമൂഹം, മറ്റാരുമല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സമൂഹം, ഒരു ജനം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ഈ ദൈവമക്കളെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. ഈ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി എരിഞ്ഞ് ചാമ്പലാകും, ഭൂമി കത്തി നശിച്ചു പോകുമെന്ന് തിരുവെഴുത്തുകൾ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. കാണുന്നതെല്ലാം നിലനിൽക്കാത്തതാണ്. നിലനിൽക്കാത്ത ഈ നിലനിൽക്കാത്ത ലോകത്തെ, ആ ലോകത്തിലല്ല ദൈവമക്കൾ നടക്കുന്നത്. കാഴ്ചയാലല്ല, അവർ നടക്കുന്നത് വിശ്വാസത്താലാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ നടക്കും. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിശ്വാസത്താൽ യാത്ര തുടങ്ങിയ ദൈവ പൈതലെ, നമ്മുടെ മുന്നമേ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളാവട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, കഷ്ടങ്ങളാകട്ടെ, എന്തിനാണ് ഇത് നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്നത്? വേദപുസ്തകത്തിനകത്ത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലാണ് വിശ്വാസ വീരന്മാരുടെ പട്ടികയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് എബ്രഹാമിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 8-ാമത്തെ തിരുവെഴുത്ത്. ആ തിരുവെഴുത്ത് ഇങ്ങനെയാ പറയുന്നത്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെടുന്ന ഒരു വിശ്വാസം, അതായിരുന്നു അബ്രഹാമിനുണ്ടായിരുന്നത്. അബ്രഹാമിന് മാത്രമല്ല, വിശ്വാസത്താൽ വിളിക്കപ്പെടുന്ന ഏതൊരു ദൈവ പൈതലിനും താൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാകാൻ സാധിക്കാത്ത ഒരു യാത്രയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഏത് അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ അയ്യം വിളിക്കുവാറുണ്ട്, ദൈവമേ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ, എന്തുകൊണ്ട് ഈ പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ വരുന്നു, എനിക്ക് മാത്രം എന്താ ഈ പ്രതിസന്ധി? പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ പ്രതിസന്ധികളും ദൈവം അനുവദിച്ചിട്ട് വരുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ അതെന്തിനായിരിക്കുമെന്ന് ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ മനസ്സിലാകത്തില്ല. 1-2 വർഷം കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയും. എന്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചതിനായി, ദൈവം അത് അനുവദിച്ചതിനായി ഞാൻ സ്തോത്രം പറയുവാനായിട്ട് ഇടയായിത്തീരും. എന്തുകൊണ്ടാണെന്നറിയാവോ? ദൈവം അനുവദിക്കുന്നതൊന്നും തിന്മയ്ക്കായിട്ടല്ല, അവൻ നന്മയ്ക്കായിട്ട് മാത്രം പദ്ധതികളെ ഒരുക്കുന്ന, വിഭാവനം ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ആശിക്കുന്നതിന്റെ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, എന്റെ യാത്ര എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ടാണ് പോകുന്നത്, ആ യാത്രയിലുള്ള പ്രതികൂലങ്ങൾ ദൈവം അനുവദിക്കുന്നത് എന്തിനാണ്? അയ്യോ ദൈവമേ, എനിക്ക് മാത്രം എന്തേ ഈ കഷ്ടം എന്ന് ചിന്തിക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ച് നാശത്തിനുള്ള ഒരു പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിനായിട്ടുള്ള ഒരു പദ്ധതി എന്റെ ദൈവത്തിന്റെ പക്കലുണ്ട് എന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുന്ന ദൈവ പൈതലെ, നിനക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളിലൂടെ നിന്നെ കടത്തിവിട്ടുകൊണ്ട് ദൈവത്തിനൊരു വലിയ പദ്ധതി
യോസെഫിന്റെ പദ്ധതി, യോസെഫിനുള്ള പദ്ധതി എന്തായിരുന്നു? യോസെഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവനൊരു പൊട്ടക്കിണറിന്റെ അനുഭവം, പോത്തിഫറിന്റെ അനുഭവം, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചെങ്കിൽ മിസ്രയീമിനകത്ത് ഫറവോന്റെ രണ്ടാമനായി മന്ത്രിയായി മാറുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദൈവ പൈതൽ, നിനക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നമ്മൾ നടക്കുന്നത്. വിശ്വാസത്താൽ ഒരു യാത്രയുണ്ട്. ആ യാത്ര അക്കര നാട്ടിലേക്കുള്ളതാണ്. ഈ ലോകത്തിന്റെ ഈ ജീവിതത്തിന്റെ അവസാനം മരണത്തോടെ അവസാനിക്കുന്നുവെങ്കിൽ മരണത്തിനപ്പുറത്ത്, ഈ 6 അടി മണ്ണിനപ്പുറത്ത് മറ്റൊരു ജീവിതം ഒരുക്കി വെച്ചുകൊണ്ട് ദൈവം പറയുന്നു, ഒരു കണ്ണ് കാണാത്തത്, ഒരു കാത് കേൾക്കാത്തത്, ഒരു ഹൃദയത്തിലും തോന്നാത്തത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച എന്റെ ദൈവം ഈ മരുഭൂ പ്രയാണത്തിൽ നിനക്ക് വേണ്ടി പദ്ധതികളെ ഒരുക്കി നിന്നെ നടത്തുമ്പോൾ, ഏത് കഷ്ടമാകട്ടെ, ഏത് പ്രതികൂലമാകട്ടെ, ഏത് പ്രതിബന്ധമാകട്ടെ നിന്നെ തേടി വന്നാൽ നീ വിളിച്ചു പറയാൻ മടിക്കരുത്, ഇതെന്റെ ദൈവം അനുവദിക്കാതെ എന്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരത്തില്ല. കാരണം എന്താണെന്നറിയാവോ? ഒരു മുടി പോലും കൊഴിയുന്നത് ദൂതന്മാർ സ്വർഗത്തിൽ രേഖപ്പെടുത്തുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന സകല സംഭവങ്ങളെയും എന്റെ ദൈവം അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നുവെന്ന് വിശ്വസിക്കുവാൻ തയ്യാറായാൽ നീ വിളിച്ചു പറയും, ഞാൻ കാഴ്ചയാലല്ല നടക്കുന്നത്, ഈ ലോകത്തിന്റെ കാഴ്ചയാലല്ല ഞാൻ നടക്കുന്നത് വിശ്വാസത്താൽ അത്രേ. എന്റെ ദൈവത്തെ കണ്ടുകൊണ്ട് എന്റെ കരം പിടിക്കുന്ന, എന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല എന്ന് പറഞ്ഞ ഒരു ദൈവ സാന്നിധ്യം എന്നെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നിനക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കട്ടെ. അബ്രഹാം താൻ പുറപ്പെടുന്നത് എങ്ങോട്ടാണെന്ന് അറിയാതെ അനുസരിച്ച് പുറപ്പെട്ടു എന്ന് വേദപുസ്തകത്തിലെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം നമ്മളും അതേ പാതയിലാണ്, അതേ വിശ്വാസത്തിലാണ്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ നമ്മൾ പുറപ്പെട്ടു. എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല, എന്നാൽ നമ്മളെ പുറപ്പെടുവിക്കുന്ന ഒരു പുറപ്പാടിന്റെ അനുഭവം നമുക്ക് തരുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന് അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ അറിയാം, അവനെ സ്വർഗീയ പാതയിലേക്ക് കൊണ്ടുപോകാൻ അറിയാം. കാരണം അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്നത്തെ ദിവസത്തെ കൊടുത്തുകൊണ്ട്, ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ന് നിനക്ക് വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം നിന്നെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.